ഹലോ, ഇതെന്തത് ചോക്ലേറ്റ് കേക്കാണോ? അത് മുറിച്ച് വെച്ചേക്കുന്നതാണോ? അല്ല കേട്ടോ, ഇതൊരു അടിപൊളി അപ്പാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയല്ലോ. ഇതിലെ താരം നമ്മുടെ റാഗിപ്പൊടിയാണ്. പിന്നെ അതേ ആവശ്യത്തിന് തേങ്ങ, പിന്നെ ഒരു ഇച്ചിരി ചോറ്, ഒരു പിഞ്ച് ജീരകം, പിന്നെ ഒരു വെളുത്തുള്ളി. ഇതെല്ലാം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കൈകൊണ്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പവും ദോശയൊക്കെ അരച്ച് വയ്ക്കുന്ന പോലെ തന്നെ രാത്രി തന്നെ അരച്ച് വെക്കണം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. കല്ലിലോ അല്ലെങ്കിൽ പാനിലോ ഒക്കെ നമുക്ക് ചുട്ടെടുക്കാം. എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ നെയ്യോ ഓയിലോ തടവി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവും. ആർക്കും ഇഷ്ടമാവാതിരിക്കില്ല, കാരണം റാഗിയുടെ ടേസ്റ്റ് ഒന്നും കയറി വരില്ല, അപ്പം എന്ന് തന്നെ പറയുള്ളൂ. ഇതിനകത്ത് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ഇടുന്നില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, നല്ലതല്ലേ? ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.